ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഇന്ന് ഞാൻ എൻ്റെ തന്നെ ചില അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ വെളുപ്പിനെ നടക്കാൻ പോയപ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈശ്വരനും ദേവിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവരെക്കുറിച്ച് ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് നാമങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് ഇങ്ങനെ വെളുപ്പിനെ പ്രകൃതിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സുഖമാണ്. അപ്പോൾ ഞാൻ ദേവി എനിക്ക് ചെയ്ത ഒരുപാട് സ്നേഹത്തിൻ്റെ, ആ കാരുണ്യത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ ഓർത്തുകൊണ്ട് ഞാനിങ്ങനെ സ്വയം സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ അകലെ ഒരു മനോഹരമായ ഒരു പാലമുണ്ട്. ഒരുപാട് സഞ്ചാരികളൊക്കെ വരും അവിടെ. ധാരാളം കടകളും അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം അടുത്ത കാലത്താണ് ആ പാലമൊക്കെ വന്നത്. അതിങ്ങനെ വളരെ പൊക്കത്തിലാണ്. അത് കയറി അപ്പുറത്തിറങ്ങി തിരിച്ചു വരിക. അതൊരു രസകരമായിട്ടുള്ള, നമുക്ക് നല്ല ഒരു വ്യായാമമാണ്. അവിടെ വരെയും ഞാൻ പോവും. എല്ലാ ദിവസമൊന്നും പോകത്തില്ല. പോകാൻ ഞാനൊരു നിർദ്ദേശം വെക്കും. 5:30 മുമ്പ് പൂജാമുറിയിൽ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിച്ച് നാമമൊക്കെ ജപിച്ച്, ഭഗവാനെ സന്തോഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് തന്നെ അറിയാം ഭഗവാൻ സന്തോഷിച്ചു. നമ്മുടെ മനസ്സിന് തൃപ്തി വരും, സന്തോഷം വരും. അങ്ങനെയെല്ലാം ചെയ്താൽ മാത്രമേ ഇന്ന് നിന്നെ ഞാൻ നടക്കാൻ വിടൂ എന്നൊരു നിർദ്ദേശം വെക്കും. ആർക്കാണ് നിർദ്ദേശം വെക്കുന്നത്? ഞാൻ എനിക്ക് തന്നെയാണ് നിർദ്ദേശം വെക്കുന്നത്. എനിക്കെന്ന് വെച്ചാൽ എൻ്റെ മനസ്സ് എൻ്റെ ശരീരത്തിനോട് ആവശ്യപ്പെടും. അങ്ങനെയുള്ള നിർദ്ദേശത്തിൻ്റെ പ്രകാരത്തിലാണ് ഞാൻ ഒത്തിരി കാര്യങ്ങളും കൊച്ചിലെ തൊട്ടേ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളെ നിർദ്ദേശിക്കുവാനും വഴി നടത്തുവാനും നമുക്ക് തന്നെ കഴിയണം. നാം തന്നെ നമുക്ക് നിർദ്ദേശം വെക്കണം. പണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചിത്രഗീതം എന്ന് പറയുന്ന ഒരു പരിപാടിയെ ഉണ്ടായിരുന്നു. പുതിയ സിനിമകളുടെ പാട്ടുകളൊക്കെ അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് തന്നെ. ദൂരദർശനിൽ, അന്ന് ദൂരദർശൻ മലയാളം ചാനലും ഹിന്ദി ചാനലും ഒക്കെ ഉള്ളായിരുന്നു. അതിന് ശേഷമാണ് ഏഷ്യാനെറ്റും സൂര്യയൊക്കെ വന്നത്. അന്ന് അതിൽ ആഴ്ചയിലൊരിക്കലാണ് ഈ പുതിയ സിനിമകളുടെയൊക്കെ പാട്ടുകൾ. എനിക്ക് പാട്ടെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. കൊച്ചിലെ തൊട്ടേ സംഗീതം, കൊച്ചിലെ എല്ലാം ഒരു ടീനേജിലൊക്കെയാണ് സംഗീതമൊക്കെ പഠിച്ചതായിരുന്നു ഞാൻ. എൻ്റെ ആഗ്രഹം മൂത്തിട്ടങ്ങ് പോയതാണ്. അപ്പോൾ പാട്ടെന്ന് വെച്ചാൽ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ പാട്ട് കേൾക്കാൻ ആഴ്ചയിലൊരിക്കലാണ് മലയാളം സോങ്സൊക്കെ കേൾക്കുന്നത്. അന്ന് അതൊരു ശനിയാഴ്ച വൈകുന്നേരം 7:30 തോന്നുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് തന്നെ നിർദ്ദേശം വെക്കും. ഈ ആഴ്ചയിൽ പഠിച്ചത് മൊത്തവും ഈ ശനിയാഴ്ച ഈ 7:30 മുന്നേ പഠിച്ചു തീർത്താൽ മാത്രമേ അത് ചിത്രഗീതം കാണാൻ ഞാൻ പോയിരിക്കുകയുള്ളൂ എന്ന് എനിക്ക് വെക്കുന്ന നിർദ്ദേശമാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? എല്ലാം ക്ലിയറായി പഠിച്ച് കാണാതെല്ലാം എഴുതി വെക്കും. എന്നിട്ട് പോകും. അന്ന് ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ മലയാളം സിനിമകൾ ദൂരദർശനിൽ വരുന്നത്. പിന്നെ എല്ലാം ഹിന്ദി സിനിമകളൊക്കെയാണ് നാഷണൽ ചാനലിൽ. അങ്ങനെ ധാരാളം ഹിന്ദി സിനിമകളും ഹിന്ദി സോങ്സും ഒക്കെ വളരെ പ്രിയപ്പെട്ടതായിരുന്നു അന്ന്. പിന്നീടാണ് കൂണുകൾ പോലെ ഒരുപാട് ചാനലുകളൊക്കെ ഉണ്ടായി വന്നത്. അപ്പോൾ ആ ആഴ്ചയിലൊരിക്കലും ഒരു മലയാളം ഫിലിം വന്നാൽ അത് കാണണമെങ്കിലും തൊട്ടടുത്ത റൂമിൽ ഇരിപ്പുണ്ട് ടി വി എങ്കിലും ഞാൻ അതിൻ്റെ മുന്നിൽ പോകത്തില്ലായിരുന്നു. അന്നും പോകാതെ എനിക്ക് കുറേ വലിയ വലിയ നിർദ്ദേശങ്ങളൊക്കെ വരും. ഇത്രയും ഇപ്പം തിങ്കളാഴ്ച ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം എഴുതി വെക്കണം, പഠിച്ച്. പിന്നെ എന്തൊക്കെയാണോ ചെയ്യേണ്ട അസൈൻമെൻറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്താലേ ആ സിനിമ നിന്നെ ഞാൻ കാണാൻ പോയിരിക്കത്തുള്ളെന്ന് ഞാൻ എൻ്റെ എൻ്റെ ശരീരത്തിന് കുറേ നിർദ്ദേശം കൊടുക്കും. അത് പണ്ട് തൊട്ടേ അങ്ങനെയായിരുന്നു ഞാൻ. അങ്ങനെ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യും? ഞാനിരുന്ന് വെപ്രാളത്തിൽ എല്ലാം പഠിച്ചിട്ട് പോയിരിക്കും. പഠിച്ചില്ലെങ്കിൽ കാണത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിനിമയുടെയൊക്കെ ഡയലോഗൊക്കെ കേൾക്കും മുറിയിലിരുന്ന്. എന്നിട്ട് നിരാശയോടെ വീണ്ടും പുസ്തകത്തിലേക്ക് തന്നെ മുഖം താഴ്ത്തും. അങ്ങനെ എന്ന് പറയുന്നത് പോലെ നമ്മളെ വേറൊരാൾ എഴുന്നേൽപ്പിച്ചിട്ട് വിളിച്ചിട്ട് നടക്കാൻ പോകുക, അല്ല ഇന്ന കാര്യം ചെയ്യുക എന്നൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ നമ്മളെ നിർദ്ദേശിക്കാൻ പറ്റും. അതെങ്ങനെയാണ് നിർദ്ദേശം വരുന്നതെന്നറിയാമോ? നമ്മുടെ മനസ്സാണ് നമ്മുടെ ശരീരത്തിനെ കൊണ്ട് നിർദ്ദേശം കൊടുപ്പിക്കുന്നത്. ഞാൻ ശരീരം മാത്രമല്ല, ശരീരത്തിനുള്ളിൽ ആജ്ഞാശക്തി, ഇച്ഛാശക്തിയൊക്കെ ഉള്ള ഒരു ആത്മാവ് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ബോധം നമ്മളിൽ ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ശരീരത്തിനെ കൊണ്ട് ജോലി എടുപ്പിക്കാം. പക്ഷെ ചെറിയ പ്രായത്തിൽ അതൊന്നും അറിഞ്ഞുകൂടല്ലോ.
നമ്മൾ തന്നെ നമുക്ക് ഒരു നിർദ്ദേശം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. കാരണം നമ്മൾ ശരീരം എന്ന് പറയുന്നത് ഈ പ്രകൃതി ജീവിക്കുവാൻ, ആത്മാവ് കുടികൊള്ളുവാൻ, കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ വേണ്ടി ഉള്ള ഒരു പുറമേ കാണുന്ന ഒരു പുരം അല്ലെങ്കിൽ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു രൂപം. അതിനുള്ളിലിരിക്കുന്ന ആളുടെ നിർദ്ദേശം അനുസരിച്ച് ഈ ശരീരം പ്രവർത്തിച്ചാൽ മാത്രമേ ആ കർമ്മങ്ങളൊക്കെ സ്മൂത്ത് ആകത്തുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ധാരാളം നിർദ്ദേശം കൊടുക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ തിരിച്ചറിയണം ഈ നിർദ്ദേശങ്ങൾ കൊടുക്കാനിരിക്കുന്ന ആൾ ആരാണെന്നും ഈ നിർദ്ദേശം പാലിക്കുന്നത് ആരാണെന്നും ഒക്കെയുള്ള തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. ഈ ശരീരത്തിനെ കൊണ്ട് നന്നായിട്ട് നമുക്ക് ജോലി എടുപ്പിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ആത്മാവ് അത് നിർദ്ദേശം കൊടുക്കാൻ കഴിയും. ഈ മനസ്സാണ് ശരീരത്തിനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യുന്നു. മനസ്സിനെ നിർദ്ദേശിക്കുന്ന ആരാണ്? മനസ്സിലേക്ക് ഈ ചിന്തകൾ കൊടുക്കുന്ന ആരാണ്? ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് ആ പുറത്തെ കാഴ്ചകൾ കാണണം, അല്ലെങ്കിൽ ആ ശുദ്ധവായു, പ്രകൃതിയിലെ ആ വെളുപ്പിനെയുള്ള ആ വായു ശ്വസിക്കണം, ആ ഫ്രഷ് എയറിലൂടെ ഇങ്ങനെ സഞ്ചരിക്കണം, അപ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി. അതുപോലെ നമ്മുടെ ശരീരം വളരെ ആരോഗ്യത്തോടിരിക്കണം, അസുഖങ്ങൾ നമ്മെ അലട്ടരുത് എന്നൊക്കെയുള്ള നിർദ്ദേശം ആർക്കാണ് അതൊക്കെ വേണ്ടത്? ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ സുഖമായിട്ടിരിക്കണമെങ്കിൽ ശരീരം നല്ലതായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഈ അനുഭവങ്ങൾ വരുന്നത്. ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അനുഭവങ്ങളാണ് മനസ്സിലൂടെ നമ്മളിൽ പ്രകടമാകുന്നത്. ആ മനസ്സിൽ ക്രോഡീകരിച്ചു വെക്കുന്ന അതാണ്. ആ മനസ്സിനെ നിർദ്ദേശം കൊടുക്കുന്ന ആരാണ്? മനസ്സിന് നിർദ്ദേശം കൊടുക്കുന്നത് ബുദ്ധിയാണ്. ആ ബുദ്ധിക്ക് നിർദ്ദേശം കൊടുക്കുന്നത് പ്രാണനാണ്. പ്രാണനുണ്ടെങ്കിൽ, ശരീരത്തിൽ പ്രാണനുണ്ടെങ്കിലല്ലേ ബുദ്ധിയും പ്രവർത്തിക്കൂ. ബുദ്ധി പ്രവർത്തിക്കുമ്പോഴാണ് മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത്. പ്രാണനെ നിലനിർത്തുന്നത് ആരാണ്? ശരീരമാണോ? നമ്മൾ പറയും പ്രാണനെ നിലനിർത്തുന്നത് ശരീരമാണെന്ന്. അല്ല, ശരീരത്തെ നിലനിർത്തുന്നതാണ് പ്രാണൻ. പ്രാണനെ നിലനിർത്തുന്നതും മറ്റൊരാളാണ്. ആരാണത്? നമ്മളിരിക്കുന്ന ബോധമായ ആത്മചൈതന്യം, പരമാത്മ ചൈതന്യത്തിന്റെ അംശമായ ജീവാത്മ ചൈതന്യമാണ് ഈ പ്രാണനെ നിലനിർത്തി ശരീരത്തെ ഇങ്ങനെ പ്രവർത്തനോന്മുഖമാക്കി ബുദ്ധിയെ പ്രവർത്തിപ്പിച്ച് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിച്ച് അതിലൂടെ അനുഭവങ്ങളെ സ്വാംശീകരിച്ച് മനസ്സിൽ ക്രോഡീകരിച്ച് വെച്ചിട്ട് അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ആത്മാവാണ് നമ്മളെ ഈ പ്രാണനെ നിലനിർത്തി ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആത്മാവെന്ന് പറയുന്ന ആ ഒരു ബോധം നമ്മളിൽ വരുമ്പോഴാണ് അഹങ്കാര തത്വം എന്ന് പറയുന്ന ആ അവസ്ഥ, അഹം എന്ന ബോധം ഉണ്ടാകുന്നത്. ആ അഹംബോധത്തിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ഈശ്വര സ്വരൂപമാണ് മഹത്തത്വം. അതിൽ നിന്നാണ് ഈ അഹങ്കാര തത്വം ഉണ്ടായിരിക്കുന്നത്. അഹം എന്ന ബോധം എന്നുവെച്ചാൽ ഞാൻ എന്ന ബോധം, അത്രയേ ഉള്ളൂ. ഞാൻ എന്ന ബോധം ഇല്ലാതെ ആർക്കെങ്കിലും ഇവിടെ ജീവിക്കാൻ പറ്റുമോ? പറ്റുമായിരിക്കും. സന്യാസിമാർക്ക് എല്ലാം സർവസംഘ പരിത്യാഗികളായി നിർവികൽപ്പ സമാധിയിൽ ഭഗവാനിൽ ലയിച്ചിരിക്കുന്നവർക്ക് ഞാൻ ഒന്നുമല്ല, ഞാൻ എന്ന ആ ബോധം അവർക്ക് നഷ്ടപ്പെടും. ആ ബോധം നഷ്ടപ്പെട്ടാലേ നമുക്ക് ഭഗവാനെ അനുഭവിക്കാൻ കഴിയൂ. അപ്പോൾ അബോധാവസ്ഥയിലാണോ ഭഗവാനെ അനുഭവിക്കുന്നത് എന്ന് തോന്നുന്നു? അല്ല, ഞാൻ ഇവിടെ ബോധത്തിലിരിക്കുമ്പോൾ തന്നെ ഞാൻ എന്ന ആ അഹം ബോധം, ഞാൻ എന്ന് ഇപ്പം നമ്മൾ ഉണരുമ്പോൾ തന്നെ ഞാൻ ഇന്ന് എന്തെല്ലാം ചെയ്യണം, ഇന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ എനിക്കുണ്ടല്ലോ. അപ്പോൾ ഞാനുമായി ഒക്കെ ബന്ധപ്പെട്ടത് ആ സംഭവം നമ്മളിലേക്ക് ഞാൻ ഉണരുകയാണ്. ആ ഞാൻ എന്ന് പറയുന്നതാണ് അഹംബോധം. ആ ബോധം എപ്പോഴാണോ ഞാൻ എന്ന ബോധം ഒരാൾക്ക് നഷ്ടപ്പെടുന്നത്, അപ്പോഴാണ് ഈ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴാണത് നഷ്ടപ്പെടുന്നത്. ഈ ഞാൻ എന്ന് പറഞ്ഞ് രാവിലെ ഉണരുകയും രാത്രിയിൽ ഉറങ്ങുന്നവരെയും കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാനാണ്. ആ ഞാനാണ് ശരീരത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ശരീരം ഇത് ചെയ്യുവാനുള്ളൊരു ഉപകരണമാണ് ഈ ഞാനിൻ്റെ നിർദ്ദേശമനുസരിച്ച്. ആ ഞാൻ ആരാണ് ഈ ഞാൻ എന്ന് പറഞ്ഞ് എല്ലാവരിലും ഞാനുണ്ട്. എല്ലാവരും ഞാനെന്നാണ് എന്നെ പറയുന്നത്, അവനവനെ പറയുന്നത് അല്ലേ. ആ ഞാൻ എന്ന് പറയുന്ന ആ ആളാണ് ശരീരത്തിന് നിർദ്ദേശം കൊടുക്കേണ്ടത്.
അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ നിർദ്ദേശിച്ചിട്ടല്ല നാം കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. പുറത്തുനിന്ന് ഒരാൾ നിർദ്ദേശിച്ച് വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കൂ, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യൂ, ആരോഗ്യം കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ ശരീരത്തിന് ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി നടക്കാൻ പോകൂ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യൂ, ജിമ്മിൽ പോകുമോ, അല്ലെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് വേറൊരാൾ നമ്മളെ ചൂണ്ടിക്കൊണ്ട് ഒരു വടിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് നമ്മളെങ്ങനെ ശകാരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ? അത് കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് സ്വയം നിർദ്ദേശിക്കാൻ അറിയാത്തത് കൊണ്ട് നമുക്ക് വേറൊരാളുടെ നിർദ്ദേശത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുതിർന്നു കഴിയുമ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞ് നമ്മെ നിയന്ത്രിക്കുവാനും നമ്മെ വഴി നടത്തുവാനും നാം മാത്രം മതി. ഞാൻ ആദ്യകാലത്ത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ വെളുപ്പിന് അപ്പോൾ ചിലർ ചോദിക്കും, രാജി ഒറ്റയ്ക്കേ ഉള്ളോ ഇങ്ങനെ ചോദിക്കും. കുറച്ചുകൂടെ അങ്ങോട്ടൊന്ന് മാറി കഴിയുമ്പോൾ എന്നെ പേരൻസൊക്കെ കാണും, അവർ ചോദിക്കും, ടീച്ചറെ ഒറ്റയ്ക്കാണോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ ചിരിക്കും വെറുതെ. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവരോട് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, കൂടെ ആരെയും കാണുന്നില്ലല്ലോ, എനിക്കെന്തോ സംഭവിച്ചോ എന്ന് തോന്നും സംസാരം കേൾക്കുമ്പോൾ. ഞാൻ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എവിടെ പോകണേലും ഒറ്റയാണെന്ന് തോന്നില്ല. കാരണം എന്തിനാണ് നമ്മൾ ആരെയാണ് ഈ കൂട്ടുപിടിക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കൂട്ടുപിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ കൂടെ, ഇപ്പോൾ എൻ്റെ കൂടെ ഒരാൾ നടക്കാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ അവർ പറയുന്ന അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിനെ മറുപടിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മളിലേക്ക് തന്നെ ചിന്തിക്കുകയും നമ്മിലേക്ക് തന്നെ ഇറങ്ങുമ്പോഴുമാണ് നാം ആരാണെന്നുള്ള തിരിച്ചറിവും നമുക്കൊരു പൂർണ്ണമായ സന്തോഷവും ലഭിക്കുന്നത്. അതിനെ അലോസരപ്പെടുത്തും നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അവരെന്തോ ആയിരിക്കും പറയുന്നേ, അവർ ഇന്നലെ സംഭവിച്ചതോ അല്ലെ അവരുടെ ജീവിതത്തിലെ വേറെ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നൈമിഷികമായിട്ടുള്ള ഓരോ വിഷയങ്ങളല്ലേ എടുത്തിട്ട് സംസാരിക്കുന്നത്. അതൊരു ലൂസ് ടോക്ക് എന്നാണ് സത്യം പറയേണ്ടത്, ഒരു ഉപയോഗമില്ലാത്ത സംസാരം. അതിന് മറുപടി കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളിൽ നിന്ന് സ്വാഭാവികമായിട്ടും അകന്നു പോകും. എനിക്കെപ്പോഴും നമ്മിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. ഒത്തിരി ഇങ്ങനെ കലപില്ലാതെ സംസാരിക്കുന്നവരോട് മറുപടി പറയാൻ എനിക്ക് താല്പര്യം വരത്തില്ല. അല്ലെങ്കിൽ പിന്നെ താല്പര്യം വരുന്നത് എന്താണ്, ഈശ്വര കാര്യങ്ങളൊക്കെ സംശയം ചോദിക്കണം. ആ കാര്യങ്ങൾ ഭഗവത് വിഷയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന മറുപടി അതിങ്ങനെ വാഗ്ധോരണി പോലെ ഇങ്ങനെ അനർഗളം ഒഴുകിക്കൊണ്ടിരിക്കും. അല്ലാതെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനോട് എനിക്ക് വിമുഖത തോന്നും. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, എൻ്റെ കൂട്ടത്തിലെങ്ങും ആരും ഇല്ലാത്ത എത്ര നല്ലത്. നടക്കാൻ ഇറങ്ങുമ്പോഴും യാത്രയ്ക്കുമൊക്കെ നമുക്ക് നമ്മുടെ ലോകത്തിങ്ങനെ സഞ്ചരിക്കാം. അത് ഞാൻ എൻ്റെ അനുഭവം എൻ്റെ സന്തോഷമൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ ഒരു സന്തോഷം ഉണ്ടാവും. കൂട്ടുകാരുമായിട്ട് കൂടുമ്പോഴോ അല്ല അയൽപ്പക്കൊക്കെ സുഹൃത്തുക്കളോ ആയിട്ട് ഒന്നിച്ച് നടക്കുമ്പോഴോ സന്തോഷിക്കുന്നവരുണ്ടാവും. അവർ ആ തലത്തിൽ ഇങ്ങനെ ആലോചിച്ച് അവർക്ക് സന്തോഷം കിട്ടണമെങ്കിൽ മിണ്ടാനും പറയാനും ആരെങ്കിലും വേണം. അങ്ങനെ മറ്റുള്ള മനുഷ്യരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാരും നമ്മിലേക്ക് ചിന്തിക്കുകയോ നമുക്ക് ഏകാന്തത്തിൽ നമ്മൾ ഭഗവാനെ സ്മരിക്കുവാനും ഒന്നും കഴിയത്തില്ല. നമുക്ക് എപ്പോഴെങ്കിലും ഒറ്റയ്ക്കൊരവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പറയത്തില്ലേ, ഒറ്റയ്ക്കിരുന്നങ്ങ് മടുത്ത് ആരുമില്ല വീട്ടിൽ. എങ്ങനെയാണ് ഈ മടുപ്പ് വരിക എന്ന് എനിക്ക് അറിയാനേ വയ്യ. ഒറ്റയ്ക്കിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് എന്ന് എനിക്ക് എപ്പോഴും തോന്നും. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് സമയം അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇത് സമയം പോകുന്നില്ലയോ, സമയം എവിടെയാണ് ഉള്ളത്? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സമയം എങ്ങനെയാണ് നമുക്ക് പോകാതിരിക്കുന്നത്? സമയം പെട്ടെന്നല്ലേ കടന്നു. നമ്മൾ എന്തെല്ലാം കർമ്മങ്ങളാണ് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഒരേ കർമ്മങ്ങളൊക്കെ ചെയ്തു നോക്കൂ. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വായിക്കൂ. ആ വായിക്കുന്നതിനെക്കുറിച്ച് മനനം ചെയ്യൂ. മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് സമയമൊന്നും കാണില്ല. നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഞാൻ നടക്കാൻ പോയപ്പോൾ ഞാനിങ്ങനെ നാമം ജപിക്കും. ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് മന്ത്രങ്ങളും നാമങ്ങളൊക്കെ ജപിക്കാം. അങ്ങനെ ജപിച്ച് പോയിട്ട് ഇങ്ങനെ അത് നമുക്ക് അപ്പം മതിയെന്ന് മനസ്സിങ്ങനെ തോന്നും. അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യും മനസ്സ് കുറേ കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ദേവിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. ഇങ്ങനെ ആ റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ, ഇങ്ങനെ ഏകാന്തത്തിൽ ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ദേവി എന്നെ മൂകാംബികയിൽ എത്തിച്ചത്. ദേവിയാണ് എന്നെ കൊണ്ടുപോയത്. ദേവി എന്നെ കൊണ്ടുപോയത് എങ്ങനെയാണെന്ന് ഞാൻ അന്ന് ആ വീഡിയോയിൽ എല്ലാവരോടും പറഞ്ഞു. ആ വീഡിയോ കേട്ട പലർക്കും മൂകാംബികയിൽ പോകുവാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും ദേവി അതിനെ വളരെ സന്തോഷകരമായി അവിടെ എത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേവി എന്നെ കൊണ്ടുപോയതാണ്, അല്ലാതെ ഞാൻ പോയതൊന്നുമല്ല. എനിക്ക് അവിടെ അങ്ങ് പോകാൻ അറിഞ്ഞുകൂടായിരുന്നു സത്യത്തിൽ. ആദ്യം ഒരു പ്രാവശ്യം ഞാൻ അതിന് തൊട്ട് മുമ്പത്തെ വർഷം പോയത് കുറച്ച്
ഈ തീർത്ഥാടകരെ വഹിച്ചുകൊണ്ട് പോകുന്ന KSRTC ബസ്സുണ്ടായിരുന്നു. അതിലാണ് എൻ്റെ ഒരു ഫ്രണ്ടായ ജയശ്രീ എന്നോട് ലാസ്റ്റ് മൊമെൻറ്റിൽ, അതായത് നാളെയാണ് വണ്ടി വിടുന്നതെങ്കിൽ ഇന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ മൂകാംബികയ്ക്കും ഒക്കെ പോകുന്നുണ്ട്, ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ഒക്കെ പോകുന്നുണ്ട്, ഒരു സീറ്റൂടെ ബാക്കിയുണ്ട്, രാജി വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും ചിന്തിക്കാതെ ചാടി ഇറങ്ങി പോയതാണ്. അന്ന് അവരുടെയൊക്കെ എല്ലാ വർഷമൊക്കെ പോകുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെ ഞാനൊരു ചെറിയ കുട്ടിയെപ്പോലും നടന്നത്. അതുകൊണ്ട് എനിക്ക് അവിടെ ഞാൻ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ തനിച്ചു പോകുമ്പോഴല്ലേ എല്ലാം ശ്രദ്ധിക്കേണ്ടി വരുന്നത്. ഇത് ഒത്തിരി പേര് മുതിർന്നവരും ഒക്കെ ഉണ്ട്, പ്രായമുള്ള ഒത്തിരി അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന മോളെ എന്ന് വിളിച്ച് എനിക്കൊരു സാധനമൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ പോയപ്പോൾ ഞാനിങ്ങനെ ചാടിത്തുള്ളി പിള്ളേരുടെ കൂട്ട് പോയി. അന്നാണ് ഞാൻ സൗവർണികയിൽ എനിക്ക് അവരോടൊപ്പം പോയി കുളിക്കാൻ പോയി. ഞാൻ ഒറ്റയ്ക്ക് പോയപ്പോൾ എനിക്ക് സൗവർണിക എവിടെയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ പോയി അവിടെ മുങ്ങി കുളിക്കാനോ വല്ലതും അവിടെ കിടന്ന് നീന്തി തുടിക്കാനോ ശ്രമിക്കുമായിരുന്നോ? ഇല്ല. എങ്ങനെയെങ്കിലും ദേവിയുടെ ദർശനം എടുത്തിട്ട് ദേവി നിർദ്ദേശിക്കുന്ന പോലെ തിരിച്ച് വീട്ടിലെത്തുക. ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇത് വരും. പക്ഷെ അന്ന് ആ കൂട്ടുകാരെല്ലാം കൊണ്ട് പോയത് നേരെ നമ്മൾ റൂമിൽ ചെന്നതിന് ശേഷം വസ്ത്രങ്ങളോടുകൂടി ഓട്ടോയിൽ കയറി സൗവർണികയിൽ പോയി മുങ്ങി കുളിച്ചതിന് ശേഷം അതോ മറ്റൊരു ഓട്ടോയാണെന്ന് തോന്നുന്നു തിരിച്ച് റൂമിലെത്തി നനഞ്ഞ വേഷമൊക്കെ മാറിയത്. അങ്ങനെ ഒരു അനുഭവം, വളരെ അനുഗ്രഹം അന്ന് അവരെ എല്ലാവരുമായിട്ട് പോയപ്പോൾ ഉണ്ടായി. അതിനുശേഷം ഞാൻ ഈ തനിച്ച് ദേവി എന്നെ കൊണ്ടുപോയത് അതിനടുത്ത വർഷം, കഴിഞ്ഞ വർഷം നവരാത്രി കാലഘട്ടങ്ങളിൽ നവരാത്രി വ്രതം ഞാൻ വളരെ കഠിനമായി തന്നെ വ്രതം അനുഷ്ഠിച്ചു. എടുത്തതിന് ശേഷം 9ാം ദിവസം ദേവി എന്നെ കൊണ്ടുപോയി മൂകാംബികയിൽ എത്തിച്ച കാര്യം ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ വളരെ വെളുപ്പിനെ തന്നെ ഒരു 5:30 ആയപ്പോൾ 2 പ്രാവശ്യം പുസ്തകം പൂജ വയ്ക്കുന്ന ദിവസമായിരുന്നു ഞാൻ അവിടെ എത്തിയത്. ആ ദിവസം ഞാൻ 2 തവണയാണ് ദേവിയെ തൊഴുതത്. വെളുപ്പിനെ തന്നെ 2 പ്രാവശ്യം തൊഴുത്. അത്രയ്ക്കും സമയം എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞൊക്കെ നടക്കുകയാണ്, ഇങ്ങനെ ഓരോരുത്തരേക്ക് കണ്ട. അപ്പോൾ അവിടെ ഇങ്ങനെ ചായ വിൽക്കുന്ന ആളുണ്ടായിരുന്നു. അപ്പോൾ ഈ ചായ മാത്രം അത് എല്ലാവരും മേടിച്ച് കുടിക്കുന്ന കണ്ടപ്പം ഞാനും ചായ വാങ്ങിച്ച് കുടിച്ചു, ചൂടോടുള്ള ചായ. അത് കഴിഞ്ഞിങ്ങനെ ഞാൻ ആ പൂജക്കടയിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമ്പോൾ പൂജാ സാധനങ്ങൾ, ദേവിയുടെ ഫോട്ടോസൊക്കെ വിൽക്കുന്നത് അവിടെ ഇങ്ങനെ നടന്നപ്പോൾ ഞാൻ ആ ആളിനോട് ചോദിച്ചു, എനിക്ക് കുടജാദ്രിയിൽ പോകണം, എങ്ങനെയാണ് പോകേണ്ടതെന്ന്. അതിന് മുമ്പ് എല്ലാവരും കൂടെ പോയപ്പോൾ കുടജാദ്രിയിൽ പോകാൻ വയ്യാത്തവർ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പോയില്ല. അപ്പോൾ പറഞ്ഞു നമുക്ക് പോകണ്ട, പകുതി ഇടയാകുമ്പം വിഷമിക്കും, തിരിച്ചിറങ്ങി പോരേണ്ടി വരും, അവിടെ വരും വളരെ റിസ്ക്കാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരൊക്കെ പറയുന്നത് കേട്ടിട്ട് പോയില്ല. അങ്ങനെ അത്രയും റിസ്ക്കുള്ള സ്ഥലമില്ല. പക്ഷേ ഈ തനിച്ച് പോയപ്പോൾ എന്നെ ദേവി നന്നായിട്ട്, എനിക്ക് ദേവിയുടെ അനുഗ്രഹം, എനിക്ക് ദേവിയല്ലേ എന്നെ കൊണ്ടുപോയത്. അപ്പോൾ കാണേണ്ട എൻ്റെ ഉള്ളിൽ ആഗ്രഹമുള്ളതെല്ലാം ദേവി നടത്തി തരുമല്ലോ. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു താഴെ ഒരു ജീപ്പ് കിടപ്പുണ്ട്, കിടക്കുന്ന ജീപ്പിൽ ചെന്ന് ചോദിച്ചിട്ട് ആ ജീപ്പുകാരാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെ നേരം ഒരു ചെറിയ വെളിച്ചമൊക്കെ വരുന്നതേ ഉള്ളൂ, ഒരു 5:30-6 മണിയൊക്കെ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ബാഗൊക്കെ ഞാൻ ആ കടക്കാരനെ ഏൽപ്പിച്ചിട്ട് അതിൽ ഞാൻ ഏത്തക്കയൊക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഏത്തക്കയൊക്കെ എടുത്ത് കഴിച്ച് എനിക്ക് വിശക്കൊന്നും ഇല്ലായിരുന്നു, വെളുപ്പിനെയല്ലേ. കഴിച്ചിട്ട് ഞാനിങ്ങനെ താഴേക്ക് വന്നപ്പോൾ ഒരു ജീപ്പുകാർ ഒരു 2 പുരുഷന്മാർ നിന്ന് സംസാരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് കുടജാദ്രിക്ക് പോകുന്ന ജീപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെ, മാഡത്തിൻ്റെ കൂടെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഇവിടുത്തെ ആരുമില്ല, ഞാൻ തനിച്ചേ ഉള്ളൂ. തന്നേ ഉള്ളൂ ഇങ്ങനെ ഒരു ആവർത്തിച്ച് ചോദിച്ചു. ഞങ്ങൾ 7 പേര് ഈ ജീപ്പിലുണ്ട്, ഞങ്ങൾക്ക് ഒരാളെ മതിയായിരുന്നു, 8 പേര് വെച്ചാണ് ജീപ്പിൽ പോകുന്നതെന്ന്. കൂടുതൽ ആളുണ്ടെങ്കിൽ ഇതിൽ പോകാൻ പറ്റത്തില്ലായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വന്ന് എത്ര നന്നായി. അങ്ങനെ അവരെന്നെയും കൂടെ കയറ്റി ഉടനെ വണ്ടി വിട്ടു. ഫ്രണ്ടിലെ സീറ്റിലാണ് എന്നെ ഇരുത്തിയത്, ഡ്രൈവറിൻ്റെ തൊട്ടടുത്ത സീറ്റിൽ. ബാക്കി എല്ലാവരും അവർ ഗ്രൂപ്പായിട്ടൊക്കെ വന്നവരാണ്, ബാക്കി 7 പേര്. അവർ ആ ബാക്കിലിരുന്നു. വണ്ടി അല്പം മുന്നോട്ടെടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഡ്രൈവർ ബാക്കിൽ നിന്നൊരു ചെറുപ്പക്കാരനെ വിളിച്ച് എൻ്റെ അടുക്ക ഫ്രണ്ടിലെ സീറ്റ്, ജീപ്പിൻ്റെ വലിയ സീറ്റല്ലേ, ഇവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വന്ന് എൻ്റെ അടുക്കോട്ട് ഇരിക്കാൻ വായിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ചേച്ചി ഞാനിവിടെ ഇരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒതുങ്ങി ഇരുന്നിട്ട് പറഞ്ഞില്ല, അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തിനാണ് ഈ മനുഷ്യൻ എന്നെ അടുക്ക വേറൊരു പുരുഷനെ പിടിച്ചിരുത്തിയത് എന്ന് എനിക്കിങ്ങനെ തോന്നി. പക്ഷേ ഒരു പുരുഷൻ ഇരിക്കുന്നതെന്നൊന്നും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല.
ഞാൻ ഒതുങ്ങിയിരുന്ന് ആ പയ്യനോട് ഇരുന്ന് ഇത്തിരി ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞ് നല്ല സ്മൂത്തായിട്ട് ഞാനിങ്ങനെ ഉള്ള വിളിച്ചതിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുക ഫ്രണ്ടിൽ ആയത് കാരണം മനോഹരമായിട്ടുള്ള വനത്തിലൂടെ കാനന പാതയിലൂടെ ജീപ്പ് ഇങ്ങനെ അതിവേഗം സഞ്ചരിക്കുന്നു, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെ ജീപ്പ് ഓടി ഓടി ചെന്ന് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലാകുന്നത് ഇയാൾ എന്തിനാണ് സൈഡിൽ എന്നെ വേറൊരാളെ പിടിച്ചിരുത്തിയെന്ന്. എത്രയോ തല കീഴ്മേൽ മറിയുന്ന വിധത്തിലാണ് ആ വണ്ടി പിന്നീട് മുന്നോട്ട് പോകുന്നത്. എത്ര ദുർഘടമായ പാത, ഒരു ജീപ്പൊക്കെ എങ്ങനെ അതിൽ കൂടെ കടന്നു പോകുമെന്ന് എനിക്ക് അതിശയം തോന്നി. ഞാൻ തനിച്ചായിരുന്നു ആ സീറ്റിലിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ തെറിച്ച് റോഡിലെങ്ങനെ പോയേനെ. അപ്പോഴാണ് വേറൊരാളെ, അപ്പം ഡ്രൈവർ ഒരു സൈഡിൽ മറ്റേ സൈഡിൽ ഒരു പുരുഷൻ, അങ്ങനെ രണ്ടുപേരുടെ ഇടയിൽ ഞാൻ എത്ര സുരക്ഷിതമായിട്ടിരുന്നു എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ പോയി ഇപ്പം കുറേ ഈ ദുർഘട പാതകളൊക്കെ താണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പം ഒരു ചെറിയൊരു പഴയ മോഡൽ ഒരു ചായക്കടയുടെ മുമ്പിൽ വണ്ടി കൊണ്ട് നിർത്തി റോഡരികിൽ. ഒത്തിരി വനങ്ങളൊക്കെ താണ്ടി പോയപ്പോഴാണ് അതിൽ ഡ്രൈവർ അയാളുടെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞ് കന്നഡയായിരിക്കും സംസാരിച്ചത്. അപ്പോൾ അത് വണ്ടിയിലിരുന്ന് എല്ലാവരും ഇറങ്ങിപ്പോയി ആ ചായക്കടയിലോട്ട്. അപ്പം ഞാൻ ചായക്കടയാണെന്നൊന്നും തോന്നുപോലുമില്ല കണ്ടാൽ. അപ്പം എനിക്ക് ആദ്യം മനസ്സിലായില്ല ഇവരൊക്കെ എന്തിനാണ് ഈ പോകുന്നതെന്ന്. അപ്പോൾ എൻ്റെ സൈഡിലിരുന്ന് ആ പയ്യൻ വന്ന് വിളിച്ച് ചോദിച്ചു, ചേച്ചി ഇവിടെ ചായയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്, ചേച്ചി വരുന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ മാത്രം അതിലിരിക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നില്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയി കഴിക്കുമെന്ന് പറഞ്ഞ്. അത്ര വെളുപ്പിന് എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. ഞാൻ ഏത്തക്കായും ചായയൊക്കെ കുടിച്ചത് കൊണ്ട് ഒട്ടും വിശപ്പും തോന്നിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഞാൻ വിചാരിച്ചു ഈ ജീപ്പ് അവസാനിക്കുന്നിടത്ത് കുടജാദ്രി മലയാണ്, അവിടെ കയറി തൊഴുതിട്ട് അവിടെയൊക്കെ കണ്ടിട്ട് തിരിച്ച് ഈ ജീപ്പിരിഞ്ഞ് പോരുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ബാക്കിലിരിക്കുന്നവരോടൊന്നും ഒരു സമ്പർക്കവും ഇല്ല, സംസാരിക്കുന്നേ ഇല്ല, ഒറ്റയ്ക്കിരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. എത്ര ദൂരമുണ്ട് ഇനിയെന്നും എന്തുമാത്രം കാതം നടക്കണമെന്നും ഒന്നും അറിഞ്ഞുകൂടല്ലോ. എനിക്ക് വിശക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോയില്ല. ഞാനിങ്ങനെ ഇരുന്നപ്പം എന്നെ ഞാനിങ്ങനെ ആ കടയിലോട്ട് ഇവർ ഓരോരുത്തരും ചെന്ന് കയറുന്നതും ഇരിക്കുന്നതും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ആ വശത്തോടും തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ആരോ വന്ന് പിടിച്ച് വലിക്കുന്നു. ഞാൻ പെട്ടെന്ന് നോക്കി, എൻ്റെ ചുരിദാറെ പിടിച്ച് ആരുണ്ടെങ്കിലും വലിക്കുന്നു വെളിയിലോട്ട്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇതാരും എന്നെ വലിച്ചത് ഇവിടെ വന്ന് നിങ്ങൾ നോക്കിയപ്പോൾ ആരാന്നറിയുമോ? ഒരു പശുക്കുട്ടി. എനിക്ക് അതിശയം തോന്നി. എൻ്റെ മടിയിലോട്ട് മുഖവും വെച്ചിട്ട് അതിങ്ങനെ ഇരിക്കുന്ന എൻ്റെ ചുരിദാറെ പിടിച്ച് കടിച്ച് വലിക്കുകയാണ് വെളിയിലോട്ട് ഇറങ്ങാൻ. അയ്യോ, അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്നൊരു പശുവിനെ കണ്ടപ്പോൾ എൻ്റെ മടിയിലോട്ട് മുഖം ഇരിക്കുകയാണ്, ഒരു പശു. അപ്പം ഞാൻ ഇങ്ങനെ കിടന്ന് വെച്ചു പശു എന്നൊക്കെ കിടന്നു പറഞ്ഞ്. അപ്പോൾ എൻ്റെ അടുക്ക ഇരുന്ന ആള്, അയാൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലായിരുന്നു കടയിൽ. ആ പുള്ളി വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അയാളെ കൈയാട്ടി വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ഒരു പശു വന്നിട്ട് എന്നെ ഉപദ്രവിക്കാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഓടി വന്നിട്ട് പശുവിനെ പറഞ്ഞ് അതിനെന്തെങ്കിലും ആഹാരം കിട്ടുമെന്ന് വിചാരിച്ച് വരുന്നതാ ചേച്ചി, ഉപദ്രവിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞ്. എന്നാൽ ഞാൻ ഇറങ്ങിപ്പോരും, ഒറ്റയ്ക്ക് ഇരുന്നിട്ടല്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ആ പശുവിനെ ആൾ മാറ്റി തന്നപ്പോൾ ഞാൻ ആ വശത്തൂടെ ഇറങ്ങി കടയിൽ ചെന്നിട്ട് അവിടെ അപ്പോൾ നല്ല ചൂടുള്ള ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും വടയൊക്കെ ഇങ്ങനെ എല്ലാവർക്കും വിളമ്പുന്നു. അപ്പം ഞാനും ഇരുന്ന് കഴിച്ച് വയറ് നിറച്ച് നല്ല ശുദ്ധമായ ആഹാരം. അപ്പോൾ എന്നിട്ട് തിരിച്ച് വന്ന് വണ്ടിയിൽ കയറി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എത്രയോ ആ ജീപ്പ് ചെന്ന് നിന്നതിന് ശേഷം 1 മണിക്കൂർ കൂടുതൽ മല കയറാനൊക്കെ ഉണ്ട്. അവിടുന്ന് അത്രയും തന്നെ അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴും അത്രയും മല ഇറങ്ങാനുണ്ട്. അതും കഴിഞ്ഞിട്ട് വേണം നമ്മൾ ജീപ്പിലൊക്കെ കയറി തിരിച്ചിനിയും എത്രയോ മണിക്കൂറാണ്, ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ മൂകാംബികയിലെത്തൂ കുടജാദ്രിയിൽ നിന്ന്. അതുവരെ നമുക്കൊരു ഫുഡും ഒരു വെള്ളം പോലും കഴിക്കാനൊരു മാർഗവും ഇല്ല. അതുകൊണ്ടാണ് ഡ്രൈവർ അവിടെ നിർത്തി എല്ലാവരെയും കഴിപ്പിച്ചത്. ഞാൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? വെറും പൊട്ടിയല്ല ഞാൻ, എനിക്കൊരു ചുക്കും അറിഞ്ഞുകൂടാ. അപ്പോഴാണ് എന്നെ ആരാണ് പശുവിൻ്റെ രൂപത്തിൽ ദേവിയാണോ ഭഗവാനാണോ എന്നെ വന്ന് വിളിക്കുകയാണ്, ഇറങ്ങ നീ തന്നെ എന്തിനാ ഇതിലിരിക്കുന്നേ, നീയും പോയി ആഹാരം കഴിക്കുമെന്ന് എന്ന് പറഞ്ഞ് എന്നെ വന്ന് വിളിച്ചിറക്കുകയാണ്. അവിടെ പശുവായിട്ട് ദേവി ഭഗവാനും ഒക്കെ വന്നു. വേറൊരിടത്ത് മനുഷ്യരൂപത്തിൽ വരും, പിന്നെ ഓരോ രൂപത്തിൽ വരും. അപ്പം നമ്മൾക്കൊന്നും അറിയാൻ വയ്യാതെ നമ്മളും പൊട്ടിയ മാതിരി ഇറങ്ങി തിരിച്ചു. ഒരു ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ കയറിയത് എന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞ്. നാളെ പോകണമെങ്കിൽ ഇന്ന് എങ്ങനെയായി ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ, ബുക്കിംഗ് വല്ലതും പറ്റുമോ?
എന്നിട്ട് ഞാൻ എൻ്റെ ഇച്ഛാശക്തി വെച്ചിട്ട്, എൻ്റെ ഇച്ഛാശക്തി എന്നല്ല ദേവി തന്ന ആ ശക്തി ഉപയോഗിച്ച് ഞാൻ ഇവിടുന്ന് രണ്ടും കൽപ്പിച്ച്. മോൻ ഒരുപാട് പറഞ്ഞു, അമ്മ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, ഇത്രയും വളരെ ദൂരത്തിൽ അമ്മ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിപ്പോയെന്ന അവസ്ഥയൊന്ന് ആലോചിച്ചേ എന്ന് പറഞ്ഞു. എനിക്കതൊന്നും അറിയണ്ട മോനെ, ഞാൻ പോവാ. അതിൽ കയറിയിട്ട് TTR വരുമ്പോൾ ഞാൻ അയാളെ കൊണ്ട് വേറെ ടിക്കറ്റ് എടുപ്പിക്കും, എത്ര പൈസ കൊടുത്താലും എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഞാൻ കേരളത്തിൻ്റെ ബോർഡർ എത്തിയപ്പോൾ ഇവർ റെയിൽവേ പോലീസുകാർ വന്ന് അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കണ്ട സാർ, എനിക്ക് ഈ റിസർവേഷനിൽ ഇരുന്നാൽ മതി, എത്ര പൈസയാണെന്ന് വെച്ചാൽ ഞാൻ അധികം തരാമെന്ന്. അങ്ങനെ അവരെനിക്കൊരു സീറ്റ് ബുക്കിംഗ് സീറ്റിൽ ഒരെണ്ണം എനിക്ക് തന്ന്, അങ്ങനെയാണ് ഞാൻ പിന്നീട് അങ്ങോട്ട് പോയത്. അപ്പോൾ നമ്മളിതെല്ലാം പ്ലാൻ ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നതിനേക്കാൾ എത്ര ഈസിയാണ് ഒന്നും അറിയാതെ ഇറങ്ങിത്തിരിക്കുക. അതിനൊരു നമുക്കൊരു വിളി വേണം. ദേവി എന്നെ വിളിച്ച് നീ വാ, ഞാൻ നോക്കിക്കോളാം നിന്നെയല്ല, നീ എന്തിനാ ഇവിടെ വിഷമിക്കുന്നത്, നീ എനിക്ക് വേണ്ടിയല്ലേ വ്രതം എടുത്തേ, അതിൻ്റെ ഒരു സാഫല്യം വേണ്ടേ, നീ അതുകൊണ്ട് എൻ്റെ അടുക്ക് വാ എന്ന് പറഞ്ഞ് ദേവി എന്നെ കൊണ്ടുപോയി. ഞാനൊരു ശരീരമാകുന്ന ഉപകരണമായിട്ട് ഇങ്ങനെ ദേവിയുടെ കൂടെ ഒരു മന്ദബുദ്ധിയെ പോലെ ഇങ്ങനെ പോയി. സത്യം പറഞ്ഞാൽ ഇപ്പം ആലോചിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്നെ കേൾക്കുന്നവർക്ക് അതിശയം തോന്നുന്നു, എനിക്ക് അതിശയം തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് എനിക്കറിയാം, ഞാൻ എവിടെയാണോ ഇറങ്ങിത്തിരിക്കുന്നത് അത് ഞാനല്ലേ ഇറങ്ങിത്തിരിക്കുന്നത്, എൻ്റെ ശരീരമല്ലോ. ശരീരത്തിനെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് പോകല്ലേ. ഈ ശരീരത്തിലിരുന്ന് പ്രവർത്തിക്കുന്ന ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ആളാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താലും ആ ആൾ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ ആളാരാണ്? സാക്ഷാൽ ഭഗവാന് വല്ല തെറ്റും പറ്റുമോ? പക്ഷെ ഭഗവാൻ എന്തുകൊണ്ടാണ് നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഇരുന്നിട്ടും നമ്മൾ തെറ്റൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഭഗവാനാണ് എൻ്റെ ഉള്ളിലിരുന്ന് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കർമ്മം ചെയ്യിക്കാൻ ഇവിടെ ജീവനോടെ നിലനിർത്തുന്നത് എന്നുള്ള ആത്യന്തികമായ ആ സത്യം തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛയനുസരിച്ച്, അതായത് ഇന്ദ്രിയങ്ങളുടെ സുഖം അത് അനുഭവിക്കാൻ വേണ്ടി നമുക്ക് തോന്നിയ മാതിരിയൊക്കെ ചെയ്യുന്നത്. 5 കുതിരകളുണ്ട്, അതിന് ഇഷ്ടമുള്ളിടത്തോട്ട് പോകും. ചിലത് പുല്ലുള്ളിടത്തോട്ട് ഓടിപ്പോകുന്നു, ചിലത് പൂക്കളുള്ളിടത്തോട്ട് പോകുന്നു, ചിലത് വേറെ പെൺകുതിരയെ കാണുമ്പോൾ അതിൻ്റെ പുറകിന് പോകുന്നു, വേറെ ചിലത് വെള്ളം കണ്ടുകൊണ്ട് ചാടുന്നു. അങ്ങനെ 5 എണ്ണത്തിൻ്റെ ഇഷ്ടം മാതിരി ഓടുന്നു. അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഞാണ് പിടിക്കാൻ ആളെന്തേ? ആ രഥം ആ കുതിരകളൊക്കെ വലിക്കുന്നിടത്തോട്ട് പോകുന്നു. ശരീരമാകുന്ന രഥം അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, വേറെ ഇടത്തോട്ട് പോകുന്നു. ആഹാരം കണ്ടപ്പോൾ അങ്ങോട്ട് പോയി ഒരു കുതിര. വേറെ ഇണ ചേരാനുള്ള ഒരു ആഗ്രഹം വന്നപ്പോൾ അതിൻ്റെ പുറകെ വേറൊരെണ്ണം പോയി. അപ്പോൾ ഈ ശരീരം അങ്ങോട്ട് ഓടിപ്പോയി. പിന്നീട് വെള്ളം കണ്ടപ്പോൾ വേറൊരിടത്തോട്ട് ഓടിപ്പോയി. നല്ല ഫുഡിൻ്റെയൊക്കെ മണം വന്നപ്പോൾ വേറൊരിടത്തോട്ട് ഓടിപ്പോയി. ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? പക്ഷേ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ശക്തി നമ്മൾ തന്നെ ഇതിനെയൊക്കെ മര്യാദയ്ക്ക് നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെ നമ്മുടെ കൺട്രോളിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർദ്ദേശം കൊടുക്കാം. ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ചെയ്യുന്ന നമ്മളിരിക്കുന്ന ആ ആത്മശക്തിയുണ്ട്. ആ ശക്തിയാണ് ഇതിനെയൊക്കെ വരുതിക്ക് നിർത്തുന്നത്. അതാണ് ശരീരത്തിന് നിർദ്ദേശം കൊടുക്കുന്നതും ഇന്ദ്രിയങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതും. അല്ലാതെ ഇന്ദ്രിയങ്ങൾ പറയുന്ന സ്ഥലത്തോട്ട് തോന്നിയ പോലെ അങ്ങ് പോകാൻ അഴിച്ചുവിടാൻ പാടില്ല. അങ്ങനെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈശ്വരൻ എൻ്റെ ഉള്ളിലിരുന്നിട്ട് ഞാൻ എന്തെല്ലാം ആപത്തിൽ ചെന്ന് പെടുന്നു, എന്തെല്ലാം കാര്യങ്ങളിൽ ചെന്ന് പെടുന്നു. ആരാണ് പെടുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് കൊണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ശരീരത്തിന് നന്നായിരിക്കുന്ന അവരുടെ പുറകിന് പോയാൽ എൻ്റെ കാര്യങ്ങൾ വല്ലതും നടക്കും എന്ന് ചിന്തിക്കുന്നവർ ആ വ്യക്തിയുടെ പുറകിന് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവരിൽ നിന്ന് കിട്ടുന്ന നന്മയും തിന്മയും എല്ലാം അനുഭവിച്ചിട്ട് വിഷമിച്ചിരിക്കും. ചിലരെ ഒന്നിച്ച് സ്നേഹിച്ചിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടിയിട്ടും അവർ വിട്ടിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയില്ലേ? എന്തുകൊണ്ടാണ് ആ വിഷമം വരുന്നത്? നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ആ പ്രയത്നം ചെയ്തത്. ആഗ്രഹം പൂർത്തീകരിച്ചോ? ഇല്ല. അതിൻ്റെ ഫലം എന്താണ്? ആഗ്രഹത്തിൻ്റെ ആ ആവേശം കിടക്കുന്നു. അത് കഴിഞ്ഞ് അത് പൂർത്തീകരിക്കാത്തതിൻ്റെ വിഷമം. അല്പം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആ അഭിനിവേശം വീണ്ടും പൂർത്തീകരിക്കണമെന്നുള്ള അഭിനിവേശം വരുന്നു. പൂർത്തീകരിക്കാത്തവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള ഏത് വിധേനയെങ്കിലും ആരെയെങ്കിലും കൊന്നായിട്ടായാലും ജയിലിൽ പോയാലും വേണ്ടതില്ല, അത് പൂർത്തീകരിച്ചിട്ടേ ഉള്ളൂ വേറെ കാര്യമെന്നുള്ള ഭ്രാന്തുണ്ടാകുന്നു. അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ കോൺസിക്വൻസസ് പിന്നെ സംഭവിക്കുന്നു.
എല്ലാം നമ്മൾ ചെയ്യുന്നതല്ലേ? നമ്മളെന്ന് വെച്ചാൽ ആത്മാവല്ല ചെയ്യുന്നത്, നമ്മുടെ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി നാം പായുന്നതാണ് ഓരോരുത്തരത്തേക്കും. അങ്ങനെ പാഞ്ഞു പോവുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്ന് തരുന്ന നിർദ്ദേശങ്ങളെ ഒന്നും നമുക്ക് പാലിക്കാൻ കഴിയാത്തതും അത് അറിയുക പോലും നമ്മൾ ചെയ്യാത്തതും. കാരണം ആ നിർദ്ദേശങ്ങളെക്കാളും വലിയ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നമ്മുടെ മനസ്സാഗ്രഹിക്കുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ ഓരോന്നോരോന്ന് നിർദ്ദേശിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത് ഭഗവാൻ ഇതിനുള്ളിലിരുന്ന് പ്രവർത്തിക്കുന്ന കാര്യം? അപ്പോൾ ആ ഭഗവാനെ കൊണ്ട് നമുക്ക് ജോലി എടുപ്പിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ആരാണെന്നുള്ള തിരിച്ചറിവ് വേണം. നമ്മളെ ഇങ്ങനെ ജീവനോടെ നിലനിർത്തുന്നത്, നമുക്ക് ശ്വാസം തരുന്നത്, നമ്മുടെ പ്രാണവായുവായി നിലനിൽക്കുന്നത്, നമ്മുടെ ബോധത്തെ ഉണർത്തുന്നത്, നമുക്ക് ഇച്ഛ തരുന്നത്, ആ ഇച്ഛയെ പൂർത്തീകരിക്കുവാനുള്ള ആ ശക്തി തരുന്നത്, എല്ലാം തരുന്ന ഈ ഏക ശക്തി ആര് എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ആ ശക്തിക്ക് അടിമപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം ആ ഒരു മഹാശക്തിയുടെ കൈകളിലാണ് ഏൽപ്പിക്കുന്നത്. പിന്നെ അവിടെ ഞാനെന്നും ഇല്ല. ആ ഞാൻ ആരാണെന്ന് തിരിച്ചറിയുന്നത് ഭഗവാനാണെന്നുള്ള തിരിച്ചറിവ് വരും. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തോന്നിയ മാതിരി ജീവിക്കുകയില്ല. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി പോകത്തില്ല. കറക്റ്റായിട്ടും ഭഗവാന്റെ കൈകളിൽ തന്നെ നമ്മളെ ഏൽപ്പിക്കും. അപ്പോൾ ഭഗവാൻ തന്നെ നമ്മളെ ഒന്ന് പുതുക്കി പണിയും. ഭഗവാന് ആവശ്യമുണ്ട് പുതുക്കി പണിയട്ടെ. അതല്ല ഒരു പൊട്ടിയായിട്ട് തന്നെ നമ്മളെ ജീവിക്കാനാണ് അനുവദിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. കാരണം എന്താണ്? നമ്മൾ വളരെ വിദഗ്ധയാണെങ്കിലും പൊട്ടത്തം ചെയ്താലും എല്ലാം ആരാണ് ചെയ്യിക്കുന്നത്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ് ചെയ്യുന്നത്. ആ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വളരെ കേമന്മാരും കേമിമാരാകുന്നതും ഒന്നുമല്ലാത്തവരാകുന്നതും. അപ്പോൾ ആ ഭഗവാൻ ഇതെന്ത് വന്നാലും എനിക്ക് വിഷയമില്ല, ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരാളല്ലേ. ആ ചെയ്യിപ്പിക്കുന്ന ആള് വേണമെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യിച്ചോളും. ആദ്യമൊക്കെ തെറ്റുകളൊക്കെ സംഭവിക്കും. നമ്മളിങ്ങനെ പറയുന്നെങ്കിലും തെറ്റുകളിലൂടെയാണ്. നമ്മൾ ഇന്ദ്രിയങ്ങളെ ഈ പറയുന്ന മാതിരി പെട്ടെന്ന് നമുക്ക് നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഒരുപാട് സാധന ചെയ്യണം അതിനു വേണ്ടി. അനേക വർഷത്തെ സാധന കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അനുഭവവേദ്യമാകുന്നത്. അല്ലാതെ കേൾക്കുന്ന മാത്രയിൽ ഇത് കേട്ട് എല്ലാവർക്കും അത് സാധ്യമല്ല. ഇത് കേട്ടാൽ പോലും പിന്നെ ദേവി അങ്ങ് കൊണ്ടുപോയി, ഇവരെയൊക്കെ ദേവി കൊണ്ടുപോകാൻ വരുമല്ലേ മൂകാംബികയിൽ നിന്ന് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാകും ഇതൊക്കെ സംഭവിച്ചത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ആ ദേവി ഇങ്ങനെ പരിപൂർണമായിട്ടൊക്കെ അതൊക്കെ അങ്ങ് നമ്മുടെ അന്ധവിശ്വാസം കൊണ്ട് തോന്നുന്നതാ, നമുക്കങ്ങ് തോന്നുന്നതാ. ഇത് ദേവിയാണ് എന്നെ അങ്ങനെ ചെയ്തത്, ദേവിയാണ് ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഒന്നും അറിയാൻ വയ്യാത്ത കൊണ്ട് എടുത്ത് ചാടിയതാ, വരിമരാഴികകളൊന്നും ചിന്തിക്കാതെ എടുത്ത് ചാടുന്ന മനുഷ്യരാണ് ഇവര്. ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും ഓരോരുത്തരും പറയുന്നതൊക്കെ എന്തുകൊണ്ടാണ്? അവനവന്റെ ബോധത്തിലിരുന്നുകൊണ്ട്, അവനവന്റെ കാഴ്ചപ്പാടിലിരുന്നു കൊണ്ടായിരിക്കും ഓരോരുത്തരും സംസാരിക്കുന്നത്. ഞാൻ പൂർണ്ണമായി ഭഗവാനെയും ദേവിയൊക്കെ സമർപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു തലത്തിലിരുന്ന് സംസാരിക്കുന്നത്. അല്ലാതെ ഭൗതിക ജീവിതത്തിൽ ഇങ്ങനെ മുഴുകി ഒരു ബിസിനസ്സുകാരോട് ഭഗവാനെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് വലിയ ശ്രദ്ധയും വരുമോ? അവർക്ക് പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന വിഷയമാണെങ്കിൽ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഓരോ വിഭാഗത്തിലുള്ളവരും ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞാൽ അവർക്ക് വിശ്വാസം വരും. കാരണം ശാസ്ത്രത്തിന്റെ പരിധിയെക്കുറിച്ച് അവർക്കറിയാം. പരിധിയില്ലാത്ത പ്രപഞ്ചത്തിന്റെ ശക്തിയെക്കുറിച്ചും അവർക്കറിയാം. അതുകൊണ്ട് അവർ പെട്ടെന്ന് ശാസ്ത്രത്തിന് എത്തിപ്പിടിക്കാൻ വയ്യാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ APJ അബ്ദുൽ കലാം സാർ, അദ്ദേഹം ഏറ്റവും വലിയൊരു ഒരു ഈശ്വര സ്നേഹി അല്ലെ, ഈശ്വരനെ അറിഞ്ഞ ആളാണ്. അദ്ദേഹത്തിനോട് ഇത്രയും വലിയൊരു സയന്റിസ്റ്റ്, ഒരു ശാസ്ത്രജ്ഞൻ എങ്ങനെയാണ് ഇത്രയും ആത്മീയ ബോധത്തിൽ ജീവിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ശാസ്ത്രത്തിന്റെ ആ പരിധിക്കപ്പുറം ഈ പ്രപഞ്ചത്തിന്റെ ആ നിഗൂഢതകളും അതിന്റെ വിശാലതയും കാണുമ്പോഴാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ സ്തബ്ധരായി ഈ പ്രപഞ്ചത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നതെന്ന്. ഇങ്ങനെയല്ല അദ്ദേഹം സംസാരിച്ചത്, ഏകദേശം ഈ അർത്ഥം വരുന്ന രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാലേ ഉള്ളൂ. അന്വേഷിക്കുന്നത് എന്തിനെക്കുറിച്ച്? പണത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ അത് കിട്ടും, പദവിയെക്കുറിച്ച് അന്വേഷിച്ചാൽ അതിലേക്കാണ് എത്തുന്നത്. ഈശ്വരനെ കുറിച്ച് അന്വേഷിച്ചാലേ അതിലേക്ക് എത്തുകയുള്ളൂ. അതിൻ്റെ ആ ഈശ്വരൻ എവിടെയാണ് എന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങണം. ആ അന്വേഷണം എത്ര പേർക്കുണ്ട്? അത് വളരെ ചുരുക്കം പേർക്കല്ലേ ഉള്ളൂ, ഈ ഭൂമിയിലെ മുഴുവൻ ജനത്തെ കൂടെ എടുത്താലും. അപ്പോൾ എന്താണോ അന്വേഷിക്കുന്നത് അതാണ് നാം കണ്ടെത്തുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഓരോ മനസ്സിലും ചിന്തകൾ ഉയരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.